بسم الله الرحمن الرحيم. الدرس الثامن والعشرون. المضارع المعتل اللام. ലാം ഫിഅൽ മുഅ്തല്ലായ മുദാരിഅ. അതാണ് 28ാമത്തെ ദർസ്. അമ്മൽ ഫിഅലുൽ മുദാരിഉ, മുദാരിആയ ഫിഅലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനൽ അഫ്ആലിൻ നാഖിസതി, നാഖിസായ ഫിഅലുകളിൽ നിന്നുള്ള മുദാരിഅനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫതുസ്കനു, അപ്പം അതില് ഫതുസ്കനു അൽ വാവ് വൽ യാഉ ഫി ഹാലത്തി റഫ്. റഫ്ഇന്റെ സന്ദർഭത്തിൽ വാവിനും യാവിനും സുകൂൻ ചെയ്യപ്പെടും. ആ മുദാരിആയ ഫിഅലിലുള്ള വാവിലും യാവിനും റഫ്ഇന്റെ സന്ദർഭത്തിൽ സുകൂൻ ചെയ്യപ്പെടും. യഗ്സു, യർമി, യഖ്ഷ എന്നൊക്കെ പറഞ്ഞതുപോലെ മുദാരിആയ ഫിഅലിന് റഫ് ചെയ്യുന്ന സന്ദർഭം നമ്മൾ നഹ്വിന്റെ ക്ലാസ്സിന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. മുദാരിആയ ഫിഅലിന് നസ്ബ് ചെയ്യുന്ന അൻ, ലൻ, കൈ, ഇദൻ പോലുള്ള ആമിലുകളൊന്നും അവിടെ വന്നില്ല. അതുപോലെ മുദാരിആയ ഫിഅലിന് ജസ്മ് ചെയ്യുന്ന ലം, ലമ്മ, ലാമുൽ അംർ, ലാ, ലിന്നഹി, ഇൻ, മഹ്മ ഇങ്ങനെയൊക്കെയുള്ള മുദാരിആയ ഫിഅലിന് ജസ്മ് ചെയ്യുന്ന ആമിലുകളും വന്നില്ല. അങ്ങനെ മുദാരിആയ ഫിഅൽ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഇറാബി തരാൻ ഒരൊറ്റ കുറ്റിയില്ല അവിടെ, എന്നാ പിന്നെ എനിക്ക് ഞാൻ തന്നെയാണ്ട് ഇറാബിക്കും എന്നും പറഞ്ഞാണ്ട് മുദാരിആയ ഫിഅൽ സ്വയം അതിനാണ്ട് റഫ് ചെയ്യും. കാരണം ആരും വന്നില്ല, അപ്പം ഞാൻ തന്നെയാണ്ട് ഇറാബി, അത്രേ ഉള്ളൂ. ഇനി എനിക്ക് ഞാൻ ഇറാബി ചെയ്താൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? എന്നാൽ ഇജി വന്നാണ്ട് എനിക്കൊന്ന് നെസ്ബിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് വന്നാണ്ട് ഒരു ജസ്മിട്ടുണ്ടോ? എല്ലാം ഇന്നൊരു പാർട്ടിയിലും കൂട്ടില്ല, അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കി. ഞനക്ക് വല്ല താറാറുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ പാർട്ടി കൂട്ടിക്കളാ, എന്നിട്ട് അതിന്റെ പ്രസിഡന്റ് ആക്കിക്കളാ. അപ്പോഴൊന്നും പറയില്ലല്ലോ എന്ന് പറഞ്ഞ മാതിരി മുദാരിആയ ഫിഅൽ ഡയലോഗ് അടിക്കും അവിടെ. ആ മുദാരിആയ ഫിഅൽ സ്വയം അണ്ട് റഫ് ചെയ്യപ്പെട്ടതാണ്. അപ്പൊ യഫ്അലു എന്ന് പറഞ്ഞോടത്ത ലാമലുള്ള ദമ്മത്ത് അതെന്താണ്? അത് ഇഅറാബാണ്. അതാ മുദാരിആയ ഫിഅലിന് ജന്മനാ ഉള്ളതല്ല. റഫ് ചെയ്യാനും നസ്ബ് ചെയ്യാനും ആരും വരാഞ്ഞപ്പോൾ മുദാരിആയ ഫിഅൽ സ്വയം ഉണ്ടാക്കിയൊരു ഇഅറാബാണ്. നസ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൻ വന്നാൽ ലൻ യഫ്അല എന്നാകും. ജസ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ലം വന്നാൽ ലം യഫ്അൽ എന്നാകും. അപ്പൊ അങ്ങനെ റഫ്ഇന്റെയും സന്ദർഭത്തിൽ വാവിനും യാവിനും ഈ നാഖിസായ ഫിഅലിന് സുക്കൂനാണ് ഉണ്ടാവുക. സാധാരണ ഫിഅലുകളിൽ യഫ്അലു, ലാം ഫിഅലിന് ളമ്മത്താണ് ഉണ്ടാവുക. പക്ഷെ ഇത് അവസാനത്തെ അക്ഷരം വാവോ യാഓ ആയ ഫിഅലില് എന്താ ഉണ്ടാവുക? അവസാനത്തെ അക്ഷരം വാവോ യാഓ ആയിട്ട് വരുന്ന മുദാരിആയ ഫിഅലിൽ എന്താ ഉണ്ടാവുക? സാധാരണ ഫിഅലുകളിൽ വമ്മത്താണ് ഉണ്ടാവുക. മുദാരിആയ ഫിഅലിൽ അവസാനത്തിൽ വമ്മത്ത് ഉണ്ടാവും റഫ്ഇന്റെ അലാമത്തായിട്ട്. പക്ഷെ ഇവിടെ വാവോ യാഓ അവസാനത്തെ അക്ഷരമായിട്ട് വരുന്ന മുദാരിആയ ഫിഅലിൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ഉണ്ടാകും. പക്ഷെ റഫ് അവിടെ ഉണ്ട്. റഫ് സങ്കല്പിച്ചെടുത്താൽ മതി. കാരണം എന്താണ്? ഇതിന്മേലൊന്നും റഫ്ഇന്റെ അലാമത്തായ വമ്മത്ത് കൊണ്ടേ ഇടാൻ പറ്റില്ല. ഈ വമ്മത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കനമുള്ള സാധനമാണ്. അതിനങ്ങനെ ഈ വാവുമലും യാവുമലൊന്നും കൊണ്ടേ ഇടാൻ പറ്റില്ല, അലിഫുമലും ഒന്നും. അപ്പൊ എന്തായി? യഗ്സു, യർമി, യഖ്ഷ എന്ന് പറയും. യഖ്ഷ എന്നുള്ളടത്ത് അലിഫാണ്. അപ്പൊ ഈ വാവിനും യാവിനും അലിഫിനെന്ന് പറയേണ്ടി നോക്കും. എല്ലാത്തിന്റെ അക്ഷരങ്ങളായ അലിഫോ വാവോ യാവോ ഒരു നാഖിസായ ഫിഅലിന്റെ അവസാനത്തിൽ വരികയും ആ ഫിഅൽ മുദാരി ആവുകയും ചെയ്താൽ റഫ്ഇന്റെ സന്ദർഭത്തിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല, സുക്കൂനേ ഉണ്ടാവുള്ളൂ. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മക്കാണ് സുക്കൂൻ എന്നറിയാം, ഹർക്കത്തില്ലായ്മക്കാണ് സുക്കൂൻ എന്നറിയാം. അപ്പൊ റഫ് അവിടെ സങ്കല്പിച്ചെടുത്താൽ മതി, അവിടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി, വെക്കാൻ കഴിയൂല. ജസ്മിന്റെ സന്ദർഭത്തിൽ ഈ അലിഫിനെയും വാവിനെയും യാവിനെയും കളയപ്പെടുകയും ചെയ്യും. അപ്പൊ എന്തായി? ലം യഗ്സു, ലം ഹർഫു ജസ്മിൻ വഖൽബിൻ ലിൽ ഫിഅൽ മുദാരി ഇലൽ മഅ്നൽ മാദി. മാദിയായ ഫിഅലിന്റെ അർത്ഥത്തിലേക്ക് മുദാരിആയ ഫിഅലിനെ മാറ്റുകയും മുദാരിആയ ഫിഅലിന്റെ അവസാനത്തെ കൊണ്ടുപോയിട്ട് ജസ്മ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കുരുത്തം കെട്ട ഒരു ചെങ്ങായിയാണ് ആര്? ലം. നമ്മളവനെ കുറിച്ച് മുമ്പ് മുത്തമ്മിമന്റെ ക്ലാസ്സിലോ ഇവിടെ പറഞ്ഞു. അപ്പൊ ഈ ചെങ്ങായിന്റെ സ്വഭാവം അതാണ്. ഇത് മുദാരിആയ ഫിഅലിന്റെ തലക്കൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ മുദാരിആയ ഫിഅലിന് എന്താവും? മുദാരിആയ ഫിഅലിന്റെ കോലം മാറും, അതിന്റെ അവസാനത്തിൽ ജസ്മാവും. പിന്നെ പോരാത്തതിനോ അതിന്റെ അർത്ഥം മാറും, മാദിയായിട്ട് മാറും. ഇങ്ങനത്തെ ഒരു സാധനമാണ് ഈ ലമ്മ്. ഈ ലമ്മ് വന്നപ്പോൾ മുദാരിആയ ഫിഅലിന്റെ അവസാനത്തിൽ ജസ്മ് ചെയ്യപ്പെടും.
അപ്പൊ ഇവിടെ നാഖിസായ അവസാനത്തെ അക്ഷരം അലിഫോ വാവോ ആയ ഫിഅലിൽ ഇപ്പൊ എങ്ങനെ ജസ്മ്? അത് ഓൾറെഡി അതിന്റെ അവസാനത്തിൽ സുക്കൂനല്ലേ ഉള്ളത്, യഖ്ഷ, ഇർമി. അപ്പൊ ഇവിടെ ജസ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്ഷരത്തെ തന്നെ അത് കളയും, അതാണ് ജസ്മ്. മനസ്സിലായില്ലേ? അതുപോലെ ലം യർമി, ലം യർമീനെ അവസാനത്തെ അക്ഷരത്തെ തന്നെ കളയലാണ് ജസ്മ് എന്ന് പറഞ്ഞാൽ. ഇവിടെ സാധാരണഗതിയിൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യലാണ് ജസ്മ് എന്ന് പറഞ്ഞാൽ. പക്ഷെ അലിഫോ വാവോ ആകുന്ന സമയത്ത് ഓൾറെഡി അവിടെ സുക്കൂനാണുള്ളത്. അതുകൊണ്ട് ഇനി ആ പരിപാടി ഇവിടെ നടക്കൂല. ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അവിടെ ഉണ്ടാവണമല്ലോ. അതാണല്ലോ ഈ ലമ്മിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല്. അവൻ വന്നു കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒരു അലമ്പ് ഉണ്ടാക്കണം എനിക്ക്. അപ്പൊ ഇവിടെ ഓൾറെഡി അലമ്പായി കിടക്കണോണ്ട് ഇനി അതിന്റെ മേലെ കൂടെ ഒരു അലമ്പാ നോക്കുക, എന്നാൽ ആ അക്ഷരത്തെ തന്നെ കളയും. ലം യഖ്ഷ എന്ന് പറയാതെ ലം യഖ്ഷ എന്നാക്കും, ആ ഹർഫിനാണ്ട് കളയും. ഫീ ഹാലത്തിൻ നസ്ബി, നസ്ബിന്റെ സന്ദർഭത്തിൽ തുഫ്തഹുൽ വാവു വൽ യാഉ, വാവിനും യാഇനും ഫതഹ് ചെയ്യപ്പെടും. നഹ്വു ലൻ യഗ്സുബ, ലൻ യർമിയ എന്നൊക്കെ പറഞ്ഞതുപോലെ. ലൻ യഗ്സുബ, ലൻ യർമിയ എന്നൊക്കെ പറഞ്ഞതുപോലെ. അപ്പൊ ഇവിടെ ഈ വാവും യാവും ആണ് അവസാനത്തെ അക്ഷരം ലാം ഫിഅലി എങ്കിൽ എന്ത് ചെയ്യും? നസ്ബിന്റെ സന്ദർഭത്തിൽ ഇഅ്റാബ് കിട്ടും. അപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയല്ലോ എന്ന് അറിഞ്ഞില്ലേ? റഫും കിട്ടൂല, ജസ്മിന്റെ സന്ദർഭത്തിൽ അക്ഷരം തന്നെ പോകും. പിന്നെ ലൻ വരുമ്പോഴാണ് ലേസർ ആശ്വാസം എന്ന് പറഞ്ഞില്ലേ? ലന്ന് വരുന്ന സമയത്താണ് ഈ അവസാനത്തെ അക്ഷരം വാവോ യാവോ ആണ് എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. മൂപ്പര് അതിന്റെ അവസാനത്തിൽ വന്നാണ്ടിട്ട് നസ്ബിന്റെ അലാമത്തായ ഫതഹത്ത് അവിടെ ഇട്ടെടുക്കും. വാവിനോടും യാവിനോടും പ്രശ്നമൊന്നുമില്ല. പിന്നെ ആരോടാ പ്രശ്നം? അലിഫാവുമ്പോൾ പ്രശ്നമാണ്. അലിഫുമ്മൽ ഓനൊന്നും ഇടൂല. പിന്നെ അലിഫിന് എന്തേ കാട്ടൊന്നുമില്ല. അലിഫിനൊത്തൊറ്റ കാട്ടുമില്ല, എന്നാൽ അലിഫുമ്മൽ ഒന്നിട്ട് ചെജ്ജുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിൽക്കും എന്ന് പറഞ്ഞിട്ട്. അതാണ് ലന്നിന്റെ പ്രത്യേകത. അപ്പൊ ലൻ ഹർഫു നസ്ബിൻ വ തഅ്കീദിൻ, ഹർഫു നഫിയിൻ വ തഅ്കീദിൻ, നാസിബുൽ ലിൽ ഫിഅലിൽ മുദാരി, മുദാരി ആയ ഫിഅലിനെ നസ്ബ് ചെയ്യുന്ന ഒരു തഅ്കീദിന്റെ ശക്തിപ്പെടുത്തുന്ന അർത്ഥവും അതുപോലെ ഒരു നഫീന്റെ അർത്ഥവും ഒക്കെ കൂടിയുള്ള ഒരു ഹർഫാണ് ആര്? ഈ ലൻ. ലൻ എന്ന് പറഞ്ഞാൽ, ലൻ യഗ്സുബ എന്ന് പറഞ്ഞാൽ അവൻ യുദ്ധം ചെയ്യുകയേ ഇല്ല. ഏടിത്തണ്ടനാണ്. യുദ്ധം എന്ന് അടിന്ന് എഴുതി കാട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ അവൻ പെരയില് പെണ്ണുങ്ങളെയും കൂട്ടിയാണ് കട്ടിന്റെ ചോട്ടിലെത്തിയിട്ടുണ്ടാവും. അജ്ജാതി ധൈര്യമാണ്. അതുകൊണ്ട് ലൻ യഗ്സുബ അവൻ യുദ്ധം ചെയ്യുകയേ ഇല്ല. ലൻ യർമിയ അവൻ എറിയുകയേ ഇല്ല, എറിയന്നില്ല, എറിയൂല എന്നല്ല, എറിയന്നില്ല എന്ന്. ഈ ഒരു തഅ്കീദിന്റെ അർത്ഥം ആ നഫീനെ ഒന്ന് ശക്തിപ്പെടുത്തിയാണ്ട് പറയണം. അവനങ്ങനെ ചെയ്യുന്നില്ല എന്ന ആ ഒരു അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൻ കൊണ്ടുവരിക. ലാന്റെ മാതിരിയല്ല ലന്നിന്റെ അർത്ഥം, വ്യത്യാസമുണ്ട്. അത് മുദാരി ആയ ഫിഅലിന് അവസാനത്തിൽ അതൊരു നസ്ബും കൊടുക്കും. തിരിഞ്ഞില്ലേ? ഫലൻ യഗ്സുബ എന്ന് പറയും എപ്പം അവസാനത്തെ അക്ഷരത്തിന് വാവാണ്, അവസാനത്തെ ലാം ഫിഅൽ വാവാണ് എങ്കിൽ ആ വാവുമ്മൽ മൂപ്പര് വന്നാണ്ടൊരു നസ്ബൊക്കെ ചെയ്യും. നസ്ബിന്റെ അലാമത്തായ ഫതഹത്ത് ഇട്ട് കൊടുക്കും. ലൻ യർമിയ എന്ന് പറഞ്ഞിട്ട് യാ ഉമ്മൽ മൂപ്പര് നസ്ബിന്റെ അലാമത്തായ ഫതഹത്ത് ഇട്ട് കൊടുക്കും. എന്നാലോ ലൻ യഖ്ഷ എന്ന് പറഞ്ഞുകൊടുത്ത് അലിഫുമൽ മൂപ്പര് കൊണ്ടുവന്നാണ്ട് ഫതഹത്ത് ഇട്ട് കൊടുക്കില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അലിഫുമൽ ഫതഹത്തിന് നസ്ബിന്റെ അലാമത്തിനാണ് സങ്കല്പിച്ചു കൊടുത്തോളി എന്നറിയും. ഞാൻ പോയി അവിടെ ഞാൻ എന്നെ അവനെ മേലെ കൊഴിയാണ് ഞാൻ ഫതഹ ഇട്ട് കൊടുക്കുക, എനിക്ക് ഒഴിവില്ല എന്ന് പറഞ്ഞിട്ട് ലൻ ഇടൂല. പിന്നെ നമ്മളൊന്ന് സങ്കല്പിച്ചു കൊടുത്താൽ മതി അതിന്റെ മേലെ ഒരു ഫതഹത്ത് ഉണ്ട് എന്ന്. കാരണം ഈ അലിഫിനൊരു പ്രശ്നമുണ്ട്, ഐസും കട്ടൊക്കെ പെയിന്റ് അടിച്ച മാതിരിയാണ്. അതിമേൽ ഇഅ്റാബ് നിൽക്കൂല. എന്ന് പറഞ്ഞ നീണ്ടുപോണ സാധനത്തിന് നമ്മൾ എന്ത് കാട്ടാനാ? അതിമേൽ ഫതഹത്ത് ഇടാൻ കഴിയൂല, കസറത്ത് ഇടാൻ കഴിയൂല. കസറത്തിട്ടാ യാ ആയില്ലേ, ഈ നിറ യാ ആയില്ലേ, ഇത് അലിഫ് ആവണ്ടേ. അപ്പൊ കസറത്ത് ഇടാൻ പറ്റില്ല. ദമ്മത്തിട്ടാ ഊന്നായില്ല, അപ്പൊ വാവായില്ലേ, അപ്പൊ അതും പറ്റൂല. അപ്പൊ അലിഫായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അലിഫുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. അതൊരുമാതിരി ഐസും കട്ട പോലത്തെ ഒരു സാധനമാണ്. അതിനെ കൊണ്ട് ഇഅ്റാബ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായില്ല? ഐസും കട്ടപ്പിൽ പെയിന്റ് അടിച്ചാൽ നിൽക്കുവാ ഒന്ന് പോയി പെയിന്റ് അടിച്ച് നോക്കേണ്ടി വരെന്ന്. അടുത്ത ആഴ്ച പോകുമ്പോഴേ ഐസും കട്ട എടുത്താനൊന്ന് പെയിന്റ് അടിച്ച് നോക്കേണ്ടി, നോക്കേണ്ടി. ജാസിമു വൻ നാസിബു അൻ നൂനാറ്റി, മുദാരി ആയ ഫിഅലിലുള്ള നൂനുകളെ, ഏത് നമ്മൾ യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലാനി, അതുപോലെ
തഫ്അലാനി തഫ്അലൂന, തഫ്അലീന തഫ്അലാനി. ഇവിടൊക്കെ പറഞ്ഞ നൂനുണ്ടല്ലോ, ഈ നൂനുകളെ അല്ല, എല്ലാ നൂനുകളെയല്ല. നൂനുൻ നിസ്വനെ തൊട്ട കജുകൾ മുറിച്ചു. നൂനുൻ നിസ്വനെ തൊടാൻ ആരെക്കൊണ്ടും വെച്ചില്ല. പക്ഷെ യഫ്അലാനി എന്ന് പറഞ്ഞോടത്ത നൂന്, യഫ്അലൂന എന്ന് പറഞ്ഞോടത്ത നൂന്, തഫ്അലൂന എന്ന് പറഞ്ഞോടത്ത നൂന്, തഫ്അലാനി തഫ്അലീന, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുള്ള നൂന്, ആ നൂനിനെ ആര് കളയും? ജാസിമ കളയും. അതുപോലെ നാസിബും കളയും. നസ്ബിന്റെ ആമിലായ ലെന്നും കളയും. ലെന്നിന് അത്യാവശ്യം ആ കുരുത്തക്കടക്ക് അറിയാം. കളിന പരിപാടിയൊക്കെ അവനക്ക് നിച്ചുണ്ട്. അത് എവിടെയാണ്? തസ്നിയന്റെ അലിഫുൽ ഇസ്നൈനിന്റെ കൂടെ ഉണ്ടാവും മുദാരിആയ ഫിഇലിൽ ഒരു നൂന്. വാവുൽ ജമാഅത്തിന്റെ കൂടെ ഉണ്ടാവും ആ നൂന്. അതുപോലെ യാ ഉൽ മുഖാത്തബത്തിന്റെ കൂടെയും ആ നൂന് ഉണ്ടാവും. ആ നൂനിനെ ആര് കളയും? ലം വന്നാണ്ട് ഒരൊറ്റ തട്ട. എനിക്കവിടെ ജസ്മി ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തട്ടം തട്ടും. അവൻ പിന്നെ ലെന്നു വന്നാൽ ലെന്നോട് തട്ടും. എനിക്ക് എന്താ നെസ്ബ് ചെയ്യുമ്പോൾ എന്താ തട്ടിക്കൂടെ? അവനക്കൊന്ന് ജസ്മി ചെയ്യുമ്പോൾ തട്ടിയാൽ കുറച്ച് കൊണ്ടായിസൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്നൊരു നിലപാട് സ്വീകരിക്കാറ് ലെന്ന്. അപ്പൊ എന്തായി? അപ്പൊ യഹ്സൂന, യർമിയാനി, തർദയാനി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ യഹ്സു, യർമി, യർമിയ, അതുപോലെ തർദയ എന്നാക്കി മാറ്റുവാര് ലം. ലം യഹ്സു, ലം യർമിയ, ലം തർദയ എന്ന് ജസ്മിന്റെ സന്ദർഭത്തിൽ പറയും. നൂനിനെ കളയലാണ് അവിടെ ജസ്മിന്റെ അടയാളം. ലെന്നു ഒന്നാണ്ട് ലെന്നു അതേമാതിരി ചെയ്യും. ലൻ യഹ്സൂന, ലൻ യർമിയാനി, ലം യർമിയ, ലം യഹ്സു, ലൻ യർമിയ, ലൻ തർദയ എന്നും പറയും. നൂനിനെ കളയൽ കൊണ്ട് നസ്ബ് എന്നറിയും കേട്ട്. തസ്ബുതു നൂനു ദ്വമീരി, ദ്വമീറിന്റെ നൂന് സ്ഥിരപ്പെടും. നഹു യർമീന, തഗ്സൂന, ലം യർമീന, ലൻ യഗ്സൂന എന്നൊക്കെ പറഞ്ഞതുപോലെ. അതായത് ഇതേത് നൂന്? നമ്മളെ നൂനുൻ നിസ്വയാണിത്. യഗ്സു, യഗ്സുവാനി, യഗ്സൂന. അപ്പൊ അവിടെ നമ്മളെ ലം വന്നാൽ ലം യഗ്സു ആരെ കളയും? വാവിനെ കളയും. അതുപോലെ ലം യഗ്സുവാ അവിടെ നൂനെ കളയും. ലം യഗ്സു അവിടെ നൂനെ കളയും. ലം തഗ്സു അവിടെ അവസാനത്തെ ഹർഫിനെ തന്നെ കളയും. ലം തഗ്സുവാ അവിടെ നമ്മൾ നൂനെ കളയും. പിന്നെ ലം യഗ്സുബ്ന, ലം യഫ്ഉൽന, ലം യഗ്സുബ്ന, ലം യഫ്ഉൽന, ലം യൻസുർന എന്നൊക്കെ പറഞ്ഞ മാതിരി അവിടെ ലമ്മ് വന്നാല് ഒത്തും കാട്ടൂല. അവിടെ മുണ്ടാതെ മൂലക്കടവിടെ കുത്തർന്നോ എന്ന് പറയും ആര്? നൂനുൻ നിസ്വ. നൂനുൻ നിസ്വനോട് ആ കളിയൊന്നും നടക്കൂല. അവൾ കുഞ്ഞോളെ മൈരിയാണ്. വല്ലാതെ ആണ്ട് മേലേറി കഴിഞ്ഞിട്ടാണെങ്കിൽ നടുപ്പുറത്ത് കിട്ടുവളേക്കുന്നത്. അപ്പൊ എന്തായി? ലം യഗ്സുബ്ന എന്ന് പറയും. ഒരു കൂട്ടം പെണ്ണുങ്ങളാണ്, അത് ഹുന്നയാണ്. ഒരു കൂട്ടം പെണ്ണുങ്ങളാണ്. അവിടെ ലമ്മല്ല, ലമ്മിന്റെ വാപ്പ എന്നിട്ട് കാര്യമില്ല. അപ്പൊ ആ നൂനിനെ തൊടാൻ പറ്റൂല. കാരണം എന്താണ്? അത് ലം യഫ്അലാനി എന്ന് പറഞ്ഞുകൊടുത്തുള്ള ആ ആനിന്റെ നൂന് പോലല്ല. ആ നൂന് എന്താണ്? ആ നൂന് ഈ മുദാരി ആയ ഫിഅല് റഫ് ചെയ്യപ്പെടാത്ത സന്ദർഭത്തിൽ, അല്ല നസ്ബ് ചെയ്യപ്പെടാത്ത സന്ദർഭത്തിലും ജസ്മ് ചെയ്യപ്പെടാത്ത സന്ദർഭത്തിലും അലിഫുൽ ഇസ്നൈന്റെ കൂടെ അങ്ങനെ വരുന്ന ഒരു സാധന. ജസ്മിന്റെ ആമിലിനെ കണ്ടാലും ഓൻ പോവും, നസ്ബിന്റെ ആമിലിനെ കണ്ടാലും ഓൻ പോവും. പക്ഷെ അലിഫുൽ ഇസ്നൈനെ തൊടാൻ പറ്റുമോ? ലം യഫ്അല എന്ന് പറഞ്ഞുകൊടുത്ത അലിഫിനെ തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റില്ല. അത് ദമീറാണ്. ദമീറിനെ ലമ്മിനും ലെന്നിനും ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ദമീറിന്റെ കൂടെയുള്ള അതിന്റെ കൂടെ ഇങ്ങനെ നിൽക്കണ ആ ഒരു വാലായിട്ട് നിൽക്കണ നൂനിന് അതിനെ വേണമെങ്കിൽ തട്ടാം. അതുപോലെ യഫ്അലൂന എന്ന് പറഞ്ഞു കൊടുത്ത വാവുൽ ജമാഅത്തിന്റെ കൂടെ വന്ന നൂനി അതിന് വേണമെങ്കിൽ തട്ടാം. ദമീറിനെ തൊട്ട വിവരം അറിയും. ലം യഫ്അൽന എന്ന് പറഞ്ഞു കൊടുത്തുള്ള ഈ നൂൻ എന്താണ്? ഈ നൂന് നൂനുൻ നിസ്വയാണ്. ഇതിന്മേൽ വേറെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ഇല്ല. ഇത് ഒറ്റക്കവിടെ നിൽക്കുക. അപ്പം പിന്നെ ഞാൻ മറ്റേ നൂനിനൊക്കെ തട്ടീന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മുട്ടുംകാലി ഞാൻ മുറിച്ചു. ഇത് നൂന് വേറെയാണ്. മുണ്ടാതാടെ ഒരു മുറക്കലെന്നോ പറയും. മനസ്സിലായില്ലേ? അവലം യഫ്അൽന എന്ന് പറയും. പിന്നെന്താണ്? ഈ മുദാരി ആയ ഫിഅലി എന്തല്ല? മുഅറബല്ല. ഇവിടെ നൂനുൻ നിസ്വ ചേർന്ന് വന്നാൽ മുദാരി ആയ ഫിഅലി എന്താകും? മബ്നിയാവും. യഫ്അലു എന്ന മുദാരി ആയ ഫിഅലിന്റെ കൂടെ ഹുന്ന എന്ന ദമീറിന്റെ ഷോർട്ട് ഫോമായ ന വന്ന് ചേർന്നാൽ മുദാരി ആയ ഫിഅലി സുക്കൂന്റെ മേൽ മബ്നിയാവും. മബ്നിയായി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ഇഅ്റാബിന്റെ അടയാളങ്ങളൊന്നും ചെയ്യാൻ പ്രവേശിക്കില്ലല്ലോ. അപ്പൊ ലമ്മല്ല ആര് വന്നിട്ടും കാര്യമില്ല. മബിനിയാണ്. മബിനിമെ തൊട്ടാല് മബിനിമേൽ ഒന്നും കാട്ടാൻ കഴിച്ചില്ല ആർക്കും.
മബിനി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഒരേ അവസ്ഥയിൽ നിൽക്കുന്ന പദത്തിനാണ് എന്തെന്ന് പറയാം, മബിനി എന്ന് പറയാം. അപ്പൊ ലം യഫ് അല്ല എന്നുള്ള ഫിഅല് നൂനുൻ നിസ്വ വന്നതോടുകൂടെ മുദാരി ആയ ഫിഅല് മബിനിയായി. അതിന്റെ അവസ്ഥയ്ക്ക് ഇനി ഒരു മാറ്റം വരുത്താൻ ഒരുത്തനെ കൊണ്ടും കഴിയൂല. ലം എന്നാൽ ആടാടെ നിന്നാന്നറിയും, ലൻ എന്നാൽ ആ മൂലക്കലാടെ നിന്നാ അറിയും, ഒത്തും കാട്ടാൻ പറ്റൂല. തിരിഞ്ഞില്ല. നൂനുൻ നിസ്വ ചേർന്ന് വന്ന മുദാരി ആയ ഫിഅലിന്റെ അവസ്ഥ അങ്ങനെയാണ്. അപ്പൊ തഖൂലു ലം യഖ്സു ബിഹദ്ഫിൽ വാവി, വാവിനെ കളയൽ കൊണ്ട് ലം യഖ്സു എന്ന് നാം പറയും. ഫനഖൂലു വ ലം യഖ്സുവ എന്ന് പറയും ബിഹദ്ഫിൻ നൂനി, നൂനിനെ കളയൽ കൊണ്ട്. ലം തഖ്സുവ അതുപോലെ ലം തഖ്സി ബിഹദ്ഫിൻ നൂനി, നൂനിനെ കളയൽ കൊണ്ട് ലം തഖ്സുവ ലം തഖ്സി എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ വകദാലിക ലം യർമി ലം യർമിയ ലം യർമു, ഇങ്ങനെ നമ്മൾ യർമിയിൽ പറയും. അതുപോലെ ലം യർദ ലം യർദയ ലം യർദൗ ലം യർദൂ എന്നാണ് ഇവിടെ ഇട്ടിട്ട്. തെറ്റാണ്. ലം തെറ്റാണോ? അല്ല, ശരിയാണ്. ലം യർദൗ തന്നെയാണ് അല്ലേ? അത് ഇവിടെ ഉണ്ട്. ഏതായാലും ഇടക്കൊക്കെ ബോധം പോകുന്നുള്ളൂ. എന്തായി? ലം യർദ ലം യർദയ ലം ലം യർദൂ എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം എന്താണ്? വാവുൽ ജമാഅ ചേർന്ന് വരുമ്പോൾ അതിന്റെ അവസാനത്തെ അക്ഷരമായ ലാം ഫിഅലിനെ നമ്മള് ഇവിടെയും അങ്ങനെ തന്നെയാണോ? ഇവിടത്തെ കാട്ടുക. അപ്പൊ തെറ്റല്ലേ ഉപരി? വെറുതെ രസമായിട്ട് തിരിപ്പിച്ചാടാ. ലം യർദ ലം യർദയ ലം യർദൗ എന്ന് പറയണം. ലം യർദു എന്ന് പറയാൻ പറ്റൂല. മാതിന്റെ നിയമനി കാര്യല്ലടാ, ഇറക്കങ്ങളൊക്കെ വേണ്ടേ. അതുപോലെ ലം യഖ്സുവ ലൻ യഖ്സുവ ലൻ യഖ്സു എന്ന് പറയും. അതുപോലെ ലൻ യർമിയ ലൻ യർമു എന്ന് പറയും. ലൻ യർദ ലൻ യർദയ ലൻ യർദൗ എന്ന് പറയും. അങ്ങനെയാണ് പോവാ. ഇതിലെ ചോദ്യം, കൈഫ യുഅറബുൽ ഫിഅലുൽ മുദാരിഉൻ നാഖിസു ഫി ഹാലത്തി റഫ്, റഫ്ഇന്റെ സന്ദർഭത്തിൽ നാഖിസായ മുദാരി ആയ ഫിഅല് എങ്ങനെയാണ് ഇഅറാബ് ചെയ്യപ്പെടുക? കൈഫ യുഅറബുൽ ഫിഅലുൽ മുദാരിഉൻ നാഖിസു ഫി ഹാലത്തൈ നസ്ബി വൽ ജസ്മി, ജസ്മിന്റെയും നസ്ബിന്റെയും സന്ദർഭത്തിൽ എങ്ങനെയാണ് നാഖിസായ മുദാരി ആയ ഫിഅലിന് ഇഅറാബ് വരിക? മാഹിയ അലാമത്തുൽ ജസ്മി ഫിൽ മജ്സൂമിൻ നാഖിസി, നാഖിസായ മജ്സൂമിൽ ജസ്മിന്റെ അലാമത്ത് എന്താണ്? അതിന് രണ്ട് ഉദാഹരണം പറയാം. മാഹിയ അലാമത്തുൻ നസ്ബി ഫിൽ മൻസൂബിൻ നാഖിസി, നാഖിസായ മൻസൂബിൽ നസ്ബിന്റെ അലാമത്ത് എന്താണ്? അതിന് രണ്ട് ഉദാഹരണം കൊടുക്കാൻ. ഉദ്കുർ സിയഗൽ മുദാറഅതി ലിറഫ്ഇ വൻ നസ്ബി, ഉദ്കുർ സിയഗൽ മുദാരിഅതി ലിറഫ്ഇ വൻ നസ്ബി വൽ ജസ്മി മിനൽ അഫ്ആലി താലിയ ജറ സഅ ഖശിയ ദഅ. ഇത്രയും ഫിഅലുകളെ മുദാരി ആക്കണം. എന്നിട്ട് നസ്ബിന്റെ കോലം എങ്ങനെയാണ്, റഫ്ഇന്റെ കോലം എങ്ങനെയാണ്, ജസ്മിന്റെ കോലം എങ്ങനെയാണ് എന്നൊക്കെ മൊത്തത്തിലൊന്ന് സർഫാക്കി വെക്കണം. ഇജ്അലിൽ കലിമാത്തി അഅ്ലാഹു ഫി ജുമലി മുഫീദത്തിൻ, നേരത്തെ കുറച്ച് കലിമത്തുകൾ പറഞ്ഞില്ലേ? ജറ സഅ ഖശിയ ദഅ, ഇതൊരു മുഫീദായ ജുംലയിൽ ഇട്ടു വെക്കാൻ, അതായത് ഇത് വെച്ചാണ്ടിട്ടൊരു കലാമൊക്കെ ഉണ്ടാക്കി വെക്കാൻ. സ്വരിഫിൽ അഫ്ആല താലിയ ഇലൽ മാദി വൽ മുദാരിഇൽ മജ്സൂം ബിലം വൽ മൻസൂബ് ബിലൻ റദിയ നസിയ ദഅ. ഇതിനെ ലൻ വെച്ച് സർഫാക്കണം, ലം വെച്ച് സർഫാക്കണം, അനൊക്കെ ഒന്ന് സർഫാക്കി വെക്കാൻ. അത്രയും പണികളാണ് ഇവിടെ ഉള്ളത്. ഇനി 29-ാമത്തെ അധ്യായം.